ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതേ മോഡൽ ഒരു സ്റ്റാറാണ്. 70 ഇഞ്ച് നീളത്തിൽ 19 വള്ളി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ സമം മടക്കി എടുത്തിട്ട് റണ്ണിങ് വള്ളി ഇങ്ങനെ ഇതിനോടൊപ്പം വെച്ച് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ കെട്ടുക. സാധാ കെട്ടാണ്. അടുത്ത വള്ളി പിടിച്ചിരിക്കുന്നു. ഒറ്റ റണ്ണിങ് വള്ളിയാണിതിന്. ഈ 19 വള്ളിയുമായി ഇതോടുകൂടി 19 വള്ളി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. റണ്ണിങ് വള്ളി കട്ട് ചെയ്തിട്ടില്ല. റണ്ണിങ് വള്ളി കട്ട് ചെയ്യാതെ ഇട്ടിരിക്കണേന്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് വള്ളികൾ തമ്മിൽ ഇങ്ങനെ ഈ രണ്ട് വള്ളികൾ തമ്മിൽ ഒട്ടിക്കെട്ടാനുണ്ട്. അതുപോലെ ഈ സൈഡും രണ്ട് സൈഡും ഈ രണ്ട് വള്ളികൾ തമ്മിലാണ് ഒട്ടിക്കെട്ടാൻ. ആദ്യം നമുക്ക് ഈ സൈഡിലെ ഒരു വള്ളിയും കെട്ടാം. ഈ രണ്ട് വള്ളി തമ്മിൽ കെട്ടുക. റണ്ണിങ് വള്ളി വിട്ടുകൊണ്ടാണ് ഇവിടുത്തെ റണ്ണിങ് വള്ളി വിട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. വള്ളി അറ്റം വരെ കെട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെ നിന്ന് എത്രയും വരെ എത്തിയിട്ടുണ്ട്. ഈ ഒരു വള്ളി നമ്മൾ ഇതുപോലെ ഇവിടെ കെട്ടിയ ഈ വള്ളി ഇവിടെ നിന്ന് ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റണ്ണിങ് വള്ളി കട്ട് ചെയ്തിടാം ഇതിനോടൊപ്പം വെച്ച്. റണ്ണിങ് വള്ളി കട്ട് ചെയ്ത് ഇനി അതുപോലെ തന്നെ ഇതും ഇങ്ങനെ തന്നെ കെട്ടി ഈ സൈഡിലത് കെട്ടി ഈ സൈഡിലും അതുപോലെ തന്നെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് വരണം. അങ്ങനെ അതുപോലെ അറ്റത്ത് എത്തിക്കണം. രണ്ട് വള്ളിയും നമ്മൾ രണ്ട് സൈഡിലും ഓരോ വള്ളി വീതം ഇങ്ങനെ എത്തി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ രണ്ട് വള്ളി തമ്മിലാണ് കൂട്ടിക്കെട്ടുന്നത്. രണ്ട് വള്ളി തമ്മിൽ ഇത്
ഇതിപ്പോൾ ഈ അറ്റം വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ സൈഡിലും ഇങ്ങനെ ഈ സൈഡും അതുപോലെ തന്നെ കെട്ടണം. ഇതുപോലെ ഈ വള്ളി രണ്ട് സൈഡിലും ഇങ്ങനെ ഓരോ വള്ളി വീതം എടുത്തിട്ട് ഇങ്ങനെ കെട്ടി കെട്ടി അങ്ങ് അറ്റം വരെ കെട്ടുക. എല്ലാ വള്ളിയും കെട്ടി അറ്റത്തെത്തിക്കുക. ഇത് കെട്ടിക്കഴിഞ്ഞു. കണ്ടോ, ഇത് മുഴുവനും കെട്ടി ഇങ്ങനെ കഴിഞ്ഞു. ഇതുപോലത്തെ ഒരു 6 എണ്ണം ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 6 എണ്ണം ഞാനിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ ഇങ്ങനെ കൂട്ടി ഈ ഇവിടം തൊട്ട് ഈ വള്ളികൾ തമ്മിൽ ഇതുപോലെ തന്നെ ഇതിൻ്റെ അറ്റത്തെ വള്ളി എടുത്തിട്ട് ഇങ്ങനെ ഇനി അടുത്തതും അതുപോലെ ഇങ്ങനെ ഒരു 13 ലൈൻ ഇങ്ങനെ ഈ അറ്റം തൊട്ട് ഇവിടം വരെ കൂട്ടി യോജിപ്പിക്കണം. 13 കട്ട ഇങ്ങനെ കെട്ടിത്തീർക്കണം. അപ്പോൾ 13 ലൈൻ ഞാനിങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 13 ലൈൻ കൂടി കൂട്ടി. ഇനി ഈ വള്ളിയെല്ലാം ഇങ്ങനെ ഉള്ളിലോട്ടാക്കുക. എല്ലാ വള്ളി ഉള്ളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ മലർത്തിയെടുത്തിട്ട് ഓരോ വള്ളി ഇങ്ങനെ എടുത്തിട്ട് തൊട്ടടുത്ത വള്ളിയിലോട്ട് ഇങ്ങനെ കയറ്റി വിടുക. അതുപോലെ ഇതും എല്ലാം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ എല്ലാം ഇങ്ങനെ കയറ്റി കൊടുക്കുക. എല്ലാ വള്ളി ഇങ്ങനെ ഉള്ളിലോട്ടാക്കുക.
എല്ലാം ഇങ്ങനെ ഉള്ളിലോട്ടാക്കി എല്ലാ വള്ളി ഇതുപോലെ കുത്തി കയറ്റി തീർക്കുക ഓരോന്ന് എല്ലാം. അതിനുശേഷം ബാക്കിയുള്ളതും അതുപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 6 മൂലയും നമ്മൾ ജോയിൻ്റ് ആക്കി കഴിഞ്ഞു. ഇനി ഈ 2 വള്ളികൾ തമ്മിൽ ഇതിങ്ങനെ കൂട്ടിക്കെട്ടാനുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ 2 വള്ളികൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിക്കെട്ടാനുണ്ട്. ഓരോ കെട്ട് വീതം കെട്ടിയാൽ മതി. ഇനി അതിനുശേഷം ഇവിടെ നിന്ന് പകുതി വള്ളി ഇങ്ങോട്ടും ഈ വള്ളിയും കൂടി കൂട്ടി തമ്മിൽ ഒരു ഡയമണ്ട് ഷേപ്പിൽ കെട്ടിയെടുക്കണം. ഇതുപോലെ കെട്ടിയെടുത്ത് അങ്ങനെ എല്ലാം കെട്ടിക്കഴിയണം. എല്ലാത്തിൽ നിന്നും പപ്പാതി വീതം വള്ളിയെടുത്ത് പകുതി വീതം എടുത്തിട്ട് ഇങ്ങനെ കെട്ടണം. തമ്മിൽ ഇങ്ങനെ അടുത്തത് ഇങ്ങനെ പകുതിക്ക് വീതം കെട്ടി നിർത്തണം. ഇങ്ങനെ ഈ വള്ളി ഇതുപോലെ തന്നെ ഇത്രയും വള്ളി ഇവിടം വരെ ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് ഇതുമെല്ലാം കൂടി ഇങ്ങോട്ടും കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡയമണ്ട് ഷേപ്പിൽ കെട്ടിയെടുക്കണം. കെട്ടിക്കഴിഞ്ഞു. ഷാൾ ഏകദേശം കെട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് ബൾബ് വെച്ച് ഒന്ന് റെഡിയാക്കിയാൽ മാത്രം മതി. ഇത് കെട്ടിക്കഴിഞ്ഞു.